പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരുടെയും പങ്കാളിത്തം വളരെ വ്യക്തമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ച് അതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹമല്ല, പോലീസും പ്രോസിക്യൂട്ടറും അടങ്ങുന്ന സംഘം വിജയിച്ചു. അത് അവരുടെ വിജയം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരും ഇതിൽ പങ്കാളികളാണ്. അവരുടെ പങ്ക് സംശയാതീതമായി കോടതിയിൽ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ സൂത്രധാരൻ്റെ കാര്യമാണ് നമ്മൾ വേറെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റ് 6 പേരെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിഞ്ഞു. അവർക്ക് ശിക്ഷയും കിട്ടി. ശിക്ഷ കിട്ടിയത് പരമാവധി ശിക്ഷ കിട്ടിയോ മിനിമം ശിക്ഷ കിട്ടിയോ എന്നുള്ള വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും അവർക്ക് ശിക്ഷ കിട്ടി. 20 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവൊന്നുമല്ല. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ടി വിയിൽ ചർച്ചയിൽ പലതും പറയാം. ഇതിനേക്കാൾ കടുത്ത ശിക്ഷ അർഹിച്ചിരുന്നു, ഇതിനേക്കാൾ കൂടിയ ശിക്ഷ അവർക്ക് കിട്ടേണ്ടായിരുന്നു എന്നൊക്കെ പറയാം. നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ 20 കൊല്ലം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പ്രതികളെല്ലാവരും തന്നെ യുവത്വത്തിൽ നിൽക്കുന്നവരാണ്. അവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഏതാണ്ട് മധ്യവയസ്സ് പിന്നിട്ടുണ്ടാവും. മാത്രമല്ല, ഇതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ പോകുന്നുണ്ട്, അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്, പ്രതികൾ തന്നെയും സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും ഈ തെളിവുകൾ പുനഃപരിശോധിക്കാൻ, നിയമവ്യവസ്ഥകൾ രണ്ടാമത് അതിനെക്കുറിച്ചുള്ള വാദം കേട്ടതിന് ശേഷം യുക്തമായ മറ്റൊരു തീരുമാനത്തിലെത്തുന്നതിന് വേറെ യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ മിനിമം പണിഷ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് അത് മാക്സിമമായിട്ടോ ഇതിനേക്കാൾ കൂടിയ പണിഷ്മെൻറ്റായിട്ടോ വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ TP കേസ് തന്നെ നമുക്കറിയാം. വിചാരണ കോടതി ജീവപര്യന്തം വിധിച്ച പ്രതികൾക്ക് ഹൈക്കോടതി അത് ശിക്ഷ വർദ്ധിപ്പിച്ച് 20 കൊല്ലം പരോളില്ലാതെ അല്ല, ഇളവില്ലാത്ത ശിക്ഷ വിധിച്ചു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഹൈക്കോടതിക്ക് ഇനിയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഹൈക്കോടതിക്ക് പുനഃപരിശോധിക്കാനും ഉചിതമായ ശിക്ഷ കൊടുക്കാനുമുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്, അധികാരവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിണതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ അറിവിലേക്ക് ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുക. കേരളത്തെ പിടിച്ചു കുലുക്കിയ, നമ്മളെയൊക്കെ ഞെട്ടിച്ച അതിഭയാനകമായ ഒരു കേസായിരുന്നല്ലോ സൂര്യനെല്ലി. അവിടെ കേവലം 16 വയസ്സും 3 മാസവും പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് 40-41 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസാണ്. അതിൽ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒന്നാം പ്രതി ധർമ്മരാജന് വിചാരണ കോടതി വിധിച്ചത് ജീവപര്യന്തമാണ്. മറ്റ് പ്രതികൾക്ക് വിധിച്ചത് 13 വർഷവും അതിൽ താഴെയുമാണ്. കാരണം അന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം ഈ രീതിയിൽ ഭേദഗതി ചെയ്ത് ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് നിർഭയ കേസിന് ശേഷം ജസ്റ്റിസ് വർമ്മ അധ്യക്ഷനായ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടബലാത്സംഗത്തിനും മറ്റുമൊക്കെ മിനിമം 20 കൊല്ലവും പരമാവധി മരണപര്യന്തം കഠിന തടവുമായിട്ട് നിജപ്പെടുത്തിയത്. അപ്പോൾ അതിനു മുമ്പൊക്കെ ഈ 13 കൊല്ലവും അതിൽ താഴ്ന്ന ശിക്ഷയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 20 കൊല്ലം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല എന്ന് ഇത് കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ കോടതിക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇപ്പോൾ സമീപകാലത്തൊന്നും ചെയ്യുന്നില്ല. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ പല കുറ്റകൃത്യങ്ങൾക്ക് പല ശിക്ഷാ കാലാവധി പറയുന്നുണ്ട്. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് 10 കൊല്ലം, അല്ലെങ്കിൽ ബലാത്സംഗത്തിന് 20 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അങ്ങനെ പണ്ട് ചെയ്തിരുന്നു. സമീപകാലത്ത് കോടതികൾ ചെയ്യുന്നില്ല. എല്ലാ ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കുന്ന പരിപാടി അത് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുറ്റത്തിനുമുള്ള ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ പ്രസിദ്ധനായ ഒരു ഗായകൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ അമേരിക്കയിൽ ഒരു ജയിലിൽ കഴിയുന്നുണ്ട്. കാലിഫോർണിയ സ്റ്റേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രസിദ്ധനായ ഫാഷൻ മോഡലാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റാരോപണങ്ങൾ 2-3 സ്ത്രീകളുടെ പരാതിയുടെ പേരിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 35 കൊല്ലോ 40 കൊല്ലോട്ട് ശിക്ഷ അനുഭവിക്കണം. കാരണം ഓരോ കുറ്റത്തിനുള്ള ശിക്ഷകൾ വെവ്വേറെ അനുഭവിക്കുന്ന പരിപാടി അവിടെയുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ സാധാരണ രീതി. സ്പെയിനിലും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവിടെ വധശിക്ഷയില്ല. അതിന് പകരം മരണപര്യന്തമല്ല, മരിച്ചതിന് ശേഷം അയാളുടെ മൃതദേഹം ഏതാണ്ട് കിടക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോടതികൾക്ക് അതും ആലോചിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കേസുകൾ.